അടുത്തതായിട്ട് നമ്മൾ ബുക്ക് മാർക്സ് ആണ് നോക്കാൻ പോകുന്നത്. ബുക്ക് മാർക്സ് എന്ന് പറയുമ്പോൾ ക്യാപ്ചർ ദി കറന്റ് സ്റ്റേറ്റ് ഓഫ് എ പേജ് ആൻഡ് അലോ യൂസേഴ്സ് ടു റിട്ടേൺ ടു ദാറ്റ് സ്റ്റേറ്റ് യൂസിങ് റിപ്പോർട്ട് ആക്ഷൻസ്. അപ്പൊ നമുക്ക് കറന്റ് പേജിൽ എന്തെങ്കിലും ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്തു, അപ്പൊ ആ ഒരു പേജ് സെപ്പറേറ്റ് പേജ് ആയിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിനാണ് ബുക്ക് മാർക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ പവർ ബി ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാനിപ്പം ഇവിടെ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഞാൻ ആക്സറീസിന്റെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന വാല്യൂസ് ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വേറൊരു പേജിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ എന്താ, ആ ഒരു പേജ് പഴയ പോലെ ആയിട്ടുണ്ടാവും. അപ്പം എനിക്ക് ആ ഫിൽറ്റർ ചെയ്ത് കിടക്കുന്ന ആ ഒരു വാല്യൂസ് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ആക്സറീസ് എടുത്തു. ഓക്കെ, സെലക്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ ബുക്ക് മാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ബുക്ക് മാർക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും. അതിൽ ആഡ് കൊടുക്കുക. ദെൻ നമുക്ക് അവിടെ റീനെയിം ചെയ്യണമെങ്കിൽ ചെയ്യാം. ബുക്ക് മാർക്ക് 1 പകരം വേറെ ഏതെങ്കിലും പേര് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ വേറെ പേജിൽ പോയിട്ട് തിരിച്ചിപ്പോ വന്നാലും വാല്യൂസ് മാറിയാലും എന്താ, ഈ ബുക്ക് മാർക്ക് 1 സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഫിൽട്ടർ ചെയ്ത് വെച്ചിരുന്നത് ആ വാല്യൂ നമുക്ക് അവിടെ കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ ആക്സറീസിന്റെ മാത്രമാണ് അവിടെ ഫിൽട്ടർ ചെയ്ത് വെച്ചത്. അപ്പൊ ബുക്ക് മാർക്കിൽ നമ്മൾ സേവ് ചെയ്ത് ആ ആഡ് ചെയ്ത് വെച്ചത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫിൽട്ടർ ചെയ്ത് വെച്ചത് മാത്രമായിട്ട് കാണാൻ പറ്റും. അങ്ങനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ബുക്ക് മാർക്സ് യൂസ് ചെയ്തിട്ട്.